ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു മോമോസ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ മോമോസ് ഫ്രൈഡ് മോമോസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ എല്ലില്ലാത്ത കുറച്ച് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചിക്കൻ വാങ്ങിക്കുമ്പോഴൊക്കെ എല്ലില്ലാത്ത പീസസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഇട്ടിട്ട് ഒരു ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പും കുറച്ച് സോയാ സോസും പിന്നെ നമ്മളടുത്ത് മല്ലിയില പുതിനയില അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വിനീഗറും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ലെമൺ ആഡ് ചെയ്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വന്ന ശേഷം ഞാൻ അതിലേക്ക് 2 സവാള കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഇതുപോലെ ഇരിക്കണം. ഒരുപാട് ലിക്വിഡ് ആവരുത്, ഒരുപാട് അരഞ്ഞും പോവരുത്, എന്നാൽ അരയും വേണം. അപ്പോൾ അങ്ങനെ ഒരു പരുവത്തിലാക്കിയെടുത്ത ശേഷം നമുക്ക് ഇങ്ങനെ പാത്രത്തിലാക്കി മൂടി വെക്കാവുന്നതുമാണ്. നമ്മുടെ ആവശ്യത്തിന് ഫ്രീസ് ചെയ്തിട്ട് പിന്നെ ആവശ്യമാകുമ്പോൾ തണുപ്പൊക്കെ പോയി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിന്ന് മോമോസ് ചെയ്തെടുക്കുന്നത് ആട്ടപ്പൊടിയിലാണ്, ഗോതമ്പ് പൊടിയിലാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇതുപോലെ ഫുഡ് പ്രോസസ്സറിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയ ബോളുകളാക്കിയിട്ട് ചെറിയ പൂരി പോലെ പറ്റ ചെറുതാക്കിയിട്ട് എടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്തെടുക്കുകയാണ്. സീൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബോയിൽ ചെയ്ത് കൊടുക്കാം. ബോയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ഫ്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഫ്രൈ ചെയ്ത മൊമോസും ഒട്ടും പിന്നിലല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ആട്ടപ്പൊടിയിലായതുകൊണ്ട് തന്നെ ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവുമെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യുക. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാത്ത ചിക്കനാണ്. ഞാൻ നമ്മുടെ ചിക്കൻ ക്രഷ് ചെയ്യുമ്പോൾ പച്ചമുളക് ഇടാതിരുന്നത് മക്കൾക്ക് ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകൊക്കെ നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഷേപ്പിൽ ചെയ്തതേ ഉള്ളൂ. പല ഷേപ്പിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് സാധാരണ ആവിയിൽ വേവിക്കലാണ്. അപ്പോൾ ഞാൻ ഫ്രൈഡ് അതും ഗോതമ്പ് പൊടി വെച്ചിട്ടാവുമ്പം മറ്റതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അമേസിങ്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും സമൂസൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നു. പക്ഷേ അതേ അല്ല, സമൂസക്കൊക്കെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി അങ്ങനത്തെ ഒരു മാവല്ല ഇടുന്നത്. ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ചിക്കനും ഒക്കെ ഉള്ളൊരു മാവ് ഇട്ട് കൊടുക്കുന്നതാണ്. വെറൈറ്റി ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഇറച്ചി മാത്രമുള്ള പീസ് ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ എടുത്ത് വെക്കാറാണ്. അപ്പോൾ നിങ്ങളും ചിക്കൻ വാങ്ങിക്കുമ്പോൾ ആ പീസ് മാത്രം എടുത്ത് വെച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് കുട്ടികൾക്ക് സ്നാക്സിന് കൊണ്ടുപോകാനും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ഞാൻ ഓരോരുത്തർക്കും 3 വീതം സ്കൂളിൽ സ്നാക്സിന് കൊടുത്തയച്ചായിരുന്നു കേട്ടോ. ഞാൻ സ്കൂളിൽ വേറെ ആവശ്യത്തിന് പോയപ്പോൾ സ്നാക്സ് ടൈം ആണതിന് മുന്നേ അതൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അപ്പുറം പോയി ഓളടുന്ന് ഒന്ന് കടം വാങ്ങിക്കുകയാണ് ഇത്ര സ്നാക്സിന് കഴിക്കാനായിട്ട്. അപ്പോൾ അത്രയ്ക്കും കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യുക.